ദൈവം ഒരുവളെ തിരഞ്ഞെടുത്താൽ, ദൈവത്തിൻ്റെ കൃപ ഒരുവളിൽ നിറഞ്ഞാൽ, കരുണലേശം പോലുമില്ലാതെ അവിടുന്ന് പരീക്ഷിക്കും. 1000 നുറുങ്ങുകളാൽ അവൾ തകർന്നാലും അവിടുന്ന് അത് തുടർന്നുകൊണ്ടിരിക്കും. അവളിൽ നിവേശിപ്പിച്ചിരിക്കുന്ന കൃപയാൽ ദൈവത്തിൽ എത്തിച്ചേരുന്നതുവരെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈശോയുടെ ബർത്ത്ഡേക്കായിട്ട് ഇനി 18 ദിവസം കൂടെയുണ്ട്. ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? ക്രിസ്സഫാരിയുടെ ടാസ്കുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഇന്നത്തെ ടാസ്ക് ഇച്ചിരി വെറൈറ്റിയാണ്. നമ്മുടെ സുവിശേഷവുമായിട്ട് അതിനല്പം ബന്ധമുണ്ട്. നിങ്ങൾക്ക് ഒരു QR കോഡ് ആയിരിക്കും ലഭിക്കുക. ആ QR കോഡ് സ്കാൻ ചെയ്താൽ 10 ചോദ്യങ്ങൾ ഉണ്ടാകും. ആ 10 ചോദ്യങ്ങളുമായി നിങ്ങൾ ഓടേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്തേക്കാണ്. പപ്പയോടും മമ്മിയോടും അത് ചോദിക്കണം. അതിൻ്റെ ഉത്തരം ഒരു ട്വിസ്റ്റ് ആയിക്കോട്ടെ. എന്തിനാണിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യത്തിൽ ഒരു മേരീസ് മോഡൽ നമ്മൾ പരിചയപ്പെടും. നമുക്കറിയാം, മംഗളവാർത്താ കാലത്തിന്റെ 2ാമത്തെ ഞായറാഴ്ചയാണ് നമുക്ക് ഈ മംഗളവാർത്തയെ ഒന്ന് തലതിരിച്ച് ചിന്തിച്ചാലോ? ഈ വാർത്തകൾ എങ്ങനെയാ മംഗളകരമാകുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മേരീസ് മോഡൽ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഒന്നുകൂടെ ഒന്ന് പൊടിതട്ടിയെടുക്കാം. ഈ വാർത്തകൾ മംഗളകരമാക്കാൻ ഒരു മേരീസ് മോഡൽ എങ്ങനെയാണെന്നല്ലേ? സ്നേഹം നിറഞ്ഞവരെ, നമുക്കറിയാം, നമ്മളുടെ കൂട്ടുകാരൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭയങ്കര നെഗറ്റീവായിട്ട് തിരിച്ചവരോട് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ കൂട്ടുകാർ നമ്മളെക്കുറിച്ച് പറയുന്നൊരു കമന്റ് ഉണ്ട്, എന്ത് നെഗറ്റീവാണോ, എന്ത് നെഗാണോ, അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടല്ലേ? നമുക്കത് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം, ദൈവദൂതൻ മറിയത്തിന് കൊണ്ടുവരുന്ന മംഗളവാർത്ത ഒന്നുകൂടെ നമുക്ക് ഫ്ലാഷ് ബാക്ക് ചെയ്ത് നോക്കാം. ഈ ദൂതൻ പറയുന്ന ചില വചനങ്ങളുണ്ട്. ആ വചനങ്ങളെ ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ 2 സാധ്യതകളെ കണ്ടുമുട്ടാൻ സാധിക്കും. മറിയത്തോട് ഗബ്രിയേൽ ദൂതൻ പറയുന്ന 3 വാക്കുകൾ നമ്മളൊന്ന് പിക്ക് ചെയ്തെടുക്കുകയാണ്. ഒന്ന്, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യമാണ്. അതിങ്ങനെയാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അപ്പൊ ദൈവകൃപ നിറഞ്ഞവളാണ്. ഇനി ഒന്ന് നമ്മുടെ ബുദ്ധിയിലൊന്ന് ചിന്തിക്കാം, നോക്കണം. ഈ സമയമെന്ന് പറയുന്നത് വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു കന്യകയുടെ അടുത്താണ് ഈ ഗബ്രിയേൽ ദൂതൻ വരുന്നത്. വിവാഹ നിശ്ചയം കഴിഞ്ഞേക്കുന്നതുകൊണ്ട് ഈ ജോസഫിനെ കുറച്ചൊക്കെ മറിയത്തിന് അറിയാം, അവർ തമ്മിൽ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ പുരുഷനെ അറിയില്ല എന്ന് പറയുന്ന വചനത്തിന്റെ അർത്ഥം ഇവർ തമ്മിൽ മറ്റു റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. അതൊന്നും ഇല്ലാതെയാണ് ഈ മംഗളവാർത്ത എത്തുന്നത്, നീ ഗർഭം ധരിക്കാൻ പോവാണ്. ഇതെങ്ങനെയാ ഒരു മനുഷ്യബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണേ? മറിയം അസ്വസ്ഥയാവുന്നുണ്ട്. വേണമെങ്കിൽ ചോദിക്കാം, ഇതെങ്ങനെ ഞാനിത് മനസ്സിലാക്കണം? ഇത് ഒരിക്കലും നടപ്പാകുന്ന കേസല്ല. എനിക്ക് എങ്ങനെയാ ഈ ഒരു മനുഷ്യബുദ്ധിയാൽ ഒട്ടും സാധിക്കാവുന്ന കാര്യങ്ങളല്ല. പിന്നെ എങ്ങനെയാ ഇതിൽ ദൈവകൃപ നിറയാൻ പറ്റുക ഈ കാര്യങ്ങളിൽ? ഒന്നാമത്തെ ഒരു സാധ്യതയാണ്. രണ്ടാമത് വീണ്ടും പറയുന്നു, കർത്താവ് നിന്നോട് കൂടെ. ഇതും ഇച്ചിരി കുഴപ്പം പിടിച്ച വചനമല്ലേ? കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ കർത്താവ് ഇങ്ങനെ നമുക്ക് മനസ്സിലാകാത്ത കാര്യമൊക്കെ എങ്ങനെ ചെയ്യുന്നേ? മറിയത്തിന് അങ്ങനെ ചിന്തിക്കാം. വീണ്ടും ഭയപ്പെടേണ്ടെന്നാ പറയണേ. തീർച്ചയായിട്ടും ഭയപ്പെടേണ്ട എന്നുള്ള വചനം കേൾക്കുമ്പോൾ തന്നെ ഈ മറിയത്തിന്റെ മനസ്സിലേക്ക് നിയമാവർത്തന പുസ്തകവും ലേവ്യരുടെ പുസ്തകവും ഒക്കെ ഓടി വന്നിട്ടുണ്ട്. ലേവ്യർ 20:10, നമ്മുടെ നിയമാവർത്തന പുസ്തകം 22-ന്റെ 13 മുതലുള്ള വാക്യങ്ങൾ ദാമ്പത്യ വിശ്വസ്തതയാണ്. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, അവിശ്വസ്തത കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടുള്ളൊരു കാര്യമുണ്ട്, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. ഗർഭിണിയാവുമെന്ന് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ ഗർഭം ധരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നിറവയറുമായിട്ട് നിൽക്കുന്ന സമയത്ത് ആൾക്കാർ വന്ന് കല്ലെറിയാനേ വരുള്ളൂ. പരിശുദ്ധാത്മാവിനെ വിളിച്ചോണ്ട് വരാൻ പറ്റുമോ? മറിയത്തിന് വേണം ചോദിക്കാം. പ്രിയപ്പെട്ടവരെ, നെഗറ്റീവായിട്ട് ചിന്തിക്കാവുന്ന ഒരു പോസിറ്റീവ് റെസ്പോൺസ് കൊടുക്കാൻ സാധ്യതയില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ മറിയത്തിന് തിരിച്ചു പറയാനുണ്ട് ഈ ദൈവദൂതൻ ഗബ്രിയേൽ ദൂതൻ ഈ മംഗളവാർത്ത പറയുമ്പോൾ. പക്ഷേ മറിയത്തെക്കുറിച്ച് പറയുന്ന 2 റെസ്പോൺസസ് ഇങ്ങനെയാണ്. മറിയം അസ്വസ്ഥയായി, ഈ അഭിവാദന സ്വരം കേട്ടപ്പോൾ അസ്വസ്ഥയായി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, പുരുഷനെ എങ്ങനെ അറിയുമെന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? എങ്ങനെ പുരുഷ സ്പർശം ഏൽക്കാതെ തനിക്ക് ഗർഭിണിയാകാൻ പറ്റും? ഈ പണിക്ക് ഞാനില്ലേ എന്ന് പറയാമായിരുന്നു.
ഓക്കെ കേട്ടോ, ടാറ്റ പറഞ്ഞു വിടായിരുന്നു ഗബ്രിയേൽ ദൂതനെ. പക്ഷേ പരിശുദ്ധ അമ്മ ആ റിസ്ക് എടുക്കുകയാണ്. പ്രിയപ്പെട്ട, ഇതാണ് മേരീസ് മോഡൽ. പോസിറ്റീവായിട്ടൊരു കാര്യത്തെ ഏറ്റെടുക്കുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഇതാണ് നമ്മളും പരിശുദ്ധ അമ്മയുടെ മേരീസ് മോഡലിൽ നിന്ന് പിക്ക് ചെയ്യേണ്ട ഒരു കാര്യം. ഒന്ന് ചിന്തിച്ചേ. നമുക്കറിയാം, പേരൻസ് നമ്മളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പഠിക്ക് പഠിക്ക് പഠിക്ക്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഓ നീ ഇന്ന് പഠിക്കണ്ട എന്ന് പേരൻസ് പറഞ്ഞിരുന്നെങ്കിൽ എന്ന്. ഒന്ന് ആലോചിച്ചേ, ഇന്ന് പഠിക്കണ്ട എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്കൊക്കെ പോവാം അല്ലെ? അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. നമുക്ക് ഫോണിൽ സ്റ്റോറീസും റീൽസൊക്കെ കണ്ടിരിക്കാം, ഗെയിം കളിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ, പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് അല്ലേ? പക്ഷേ പേരൻസ് നമ്മളോട് പഠിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു നന്മയില്ലേ? ആ നന്മ എന്താണ്? നമ്മൾ നമ്മുടെ സമയം ഉപയോഗിച്ച് പ്രയോറിറ്റൈസ് ചെയ്ത ആ സമയം നമ്മൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ നല്ല ജോലിയൊക്കെ വാങ്ങി തിരിച്ച് പേരൻസിനെയൊക്കെ നോക്കി, ഇത് അവരുടെ ഒരു സ്വപ്നമാണ് അല്ലെ? നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാകും, നോ ഡൗട്ട്. മറിയത്തിന്റെ ഇഷ്ടങ്ങൾ ദൈവദൂതൻ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ചൂസ് ചെയ്യായിരുന്നു. പക്ഷേ മറിയം ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുത്തു. വാർത്തകൾ എങ്ങനെ മംഗളകരമാക്കാമെന്ന് പഴയ നിയമത്തിലെ ഒരു ക്യാരക്ടറിനെ വെച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാം. പൂർവ്വപിതാവായ ജോസഫാണത്. ജോസഫിനെ സംബന്ധിച്ച്, ജോസഫ് ഇളയ മകനായതുകൊണ്ട് സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുന്നുണ്ട്. അവിടുന്ന് അവൻ വിൽക്കപ്പെടുന്നു അടിമയായി. അവിടുന്ന് ഈജിപ്തില് പൊത്തിഫറുടെ വീട്ടിൽ കഴിയേണ്ടി വരുന്നു. അങ്ങനെ ഒത്തിരി സങ്കടങ്ങളിലൂടെ ഈ മനുഷ്യൻ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം പോസിറ്റീവായിട്ട് എടുത്തത് കൊണ്ട് ഒടുക്കം എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈജിപ്തിലെ അധിപനായിട്ട് ജോസഫ് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജോസഫിന്റെ ലൈഫും നമുക്കൊരു പാഠമാണ്. ഉൽപ്പത്തി പുസ്തകം 39:3 പറയുന്ന ഒരു കാര്യമുണ്ട്. പൊത്തിഫറിന് ഈ ജോസഫിനെ കുറിച്ചുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. എന്താണെന്നറിയോ? അത് ദൈവം അവന്റെ കൂടെയുണ്ടെന്നും അവൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മംഗളകരമാകുമെന്നും അവനറിയാം. അപ്പോൾ ഇതൊരു ഒരാളെ കുറിച്ചുള്ള വല്ലാത്തൊരു എക്സ്പെക്ടേഷനാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം മംഗളകരമായി മാറും. പക്ഷേ മംഗളകരമായി മാറുമ്പോഴും ആ മനുഷ്യൻ കടന്നു പോകുന്ന ഒരു നുറുങ്ങലുണ്ട്, മെരിപ്പോടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ദൈവം ഒരുവനെ തിരഞ്ഞെടുത്താൽ, ദൈവത്തിന്റെ ശക്തി ഒരുവനിൽ നിറഞ്ഞാൽ ദൈവം അവനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. 1000 നുറുങ്ങുകളാൽ അവൻ തകർന്നാലും ദൈവം അവനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞ പൂർവ്വപിതാവായ ജോസഫും ദൈവമാതാവായ പരിശുദ്ധ അമ്മയും ചെയ്തതുപോലെ തങ്ങളുടെ ഇഷ്ടങ്ങളെക്കാൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ കിട്ടുന്ന വാർത്തകൾ അത്ര മംഗളകരമാകണമെന്നില്ല. പക്ഷേ നമ്മൾ അതിനോട് കാണിക്കുന്ന റെസ്പോൺസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും വാർത്തകൾ മംഗളകരമാകും. മംഗളവാർത്തയായിട്ട് അതെല്ലാം ഭവിക്കും. നമ്മൾ ഇന്ന് മറിയത്തിൻ്റെ ജീവിതത്തിലും വായിച്ചു കേട്ടതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. അങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ എന്താ മെച്ചമെന്ന് ചോദിച്ചാൽ ഒരു മെച്ചമുണ്ട്. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഈ ഗലീലിയിലെ പട്ടണമായ നസറത്ത് എന്ന ഗ്രാമത്തിലേക്ക് വരുന്നതാണ്. അപ്പൊ ഈ 6-ാം മാസം, ലൂക്ക 1:26 കാണുന്ന 6-ാം മാസത്തിന്റെ കാര്യം നമുക്ക് മനസ്സിലാക്കണത് ലൂക്ക 1:36 10 വചനങ്ങൾക്കിപ്പുറം ഈ 6-ാം മാസത്തിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ആ 6-ാം മാസം എലിസബത്ത് ഗർഭിണിയായി കഴിഞ്ഞിട്ടുള്ള 6-ാം മാസമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറെ കച്ചിത്തുരുമ്പുകൾ കർത്താവ് തരും എന്നുള്ളതാണ്. പ്രത്യാശിക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ കുറെ 6-ാം മാസങ്ങളുടെ കച്ചിത്തുരുമ്പുകൾ ദൈവം തരും. ഇത് ഒരു പ്രൂഫായിരുന്നു പരിശുദ്ധ അമ്മയ്ക്ക്. ദൈവം അസാധ്യമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ തന്നോട് ദൈവദൂതൻ അറിയിച്ച കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്നുള്ളതിന് ഒരു എവിഡൻസ് ആയിട്ട് കൊടുക്കുന്ന ഒരു സംഗതിയാണ് ഈ 6-ാം മാസത്തെ ഈ അത്ഭുതം. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പോസിറ്റീവ് ആകാം? ഒറ്റ കാര്യം ചെയ്താൽ മതി. സ്മൈൽ പ്ലീസ്. സ്മൈൽ, SMILE. ആ സ്മൈലിന് ChatGPT പറഞ്ഞു തന്ന ഒരു ഫുൾ ഫോം ഉണ്ട്, ഒരു അക്രോണിം ഉണ്ട്. എന്താണെന്നറിയോ? സീ മിറക്കിൾസ് ഇൻ ലൈഫ് എവറി ഡേ. സീ മിറക്കിൾസ് ഇൻ ലൈഫ് എവറി ഡേ. പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചായിക്കൊള്ളട്ടെ, പൂർവ്വപിതാവായ ജോസഫിനെ സംബന്ധിച്ചായിക്കൊള്ളട്ടെ, ഈ അത്ഭുതങ്ങളെ കാണാൻ അവർ കണ്ണു തുറന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ദിവസവും കണ്ണു തുറന്നു. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ നെരിപ്പോടുകൾ, സങ്കടങ്ങൾ അവർ ഗൗനിക്കുന്നേയില്ല. കർത്താവ് കൂടെ ഉണ്ടെന്നേ. ഈ വിശ്വാസമാണ് കുറെ സംശയങ്ങൾക്കിടയിലും അസ്വസ്ഥതകൾക്കിടയിലും അവസാനം പരിശുദ്ധ അമ്മ സമ്മതിക്കാൻ കാരണം, ആമേനും പറയാൻ കാരണം, ഇതാ കർത്താവിന്റെ ദാസി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ പോസിറ്റീവായിട്ട് എടുക്കാൻ
പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ. അതിന് നമ്മൾ നന്നായി പുഞ്ചിരിക്കണം. See miracles in life every day. Smile please.